വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായും ഈസിയായും കണവ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ തോരൻ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ സൂപ്പർ കോംബോയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. തോരൻ തയ്യാറാക്കാനായി ഞാനിവിടെ 250 ഗ്രാം കണവയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ റിങ് പോലെ കട്ട് ചെയ്താൽ മതി. ഇത് ചെറിയ തരം കണവയാണ്. ഇനി നമുക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഇവിടെ 3 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് നമ്മൾ കഴുകി വെച്ച കണവയും മസാലയും കൂടി ചേർത്ത് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് വേവാനായി 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് സ്റ്റൗ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് വേവാനായി സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലിടാം. നമുക്ക് തോരന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് തേങ്ങ ഇതുപോലെ മിക്സി ജാറിലിട്ട് അതിലേക്ക് 3/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഇതുപോലെ ചതച്ചെടുക്കണം. ഇനി അടപ്പ് തുറന്ന് കണവ വെന്തോ എന്ന് നോക്കാം. കുറച്ച് വെള്ളമുണ്ട്, ഇത് കുറച്ചും കൂടി വേവാനുണ്ട്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ ചെറിയ കണവയാണ് കേട്ടോ. നിങ്ങൾക്ക് വലിയ കണവയാണ് കിട്ടുന്നതെങ്കിൽ കുക്കറിലിട്ട് ഒരു 3-4 വിസിൽ വെച്ച് സോഫ്റ്റായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി തോരൻ തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് തീ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഉരിഞ്ഞു വരട്ടെ. ഇനി അതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഒരു മീഡിയം സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഉള്ളി കരിയാതെ സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് വഴട്ടിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നേരം ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറാൻ ഇതുപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കണവയും കൂടി ഈ സമയത്ത് നമുക്ക് ചേർക്കണം. ഇനി കണവയിൽ മസാല പിടിക്കാനായി ഒരു 2 മിനിറ്റ് നേരം കൂടി സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴട്ടി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. എനിക്ക് നേരത്തെ ഇട്ട ഉപ്പ് പാകത്തിനായിരുന്നു. ഇനി എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഒരു 2 മിനിറ്റ് നേരം കൂടി ഇതുപോലെ തുടർച്ചയായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി സ്റ്റൗ ഓഫാക്കാം. ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട്. മസാലയും കണവയും തേങ്ങയും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണവ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.